ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഹൃത്തിക് റോഷൻ ജൂനിയർ NTR ടീമിൽ വന്ന വാർ 2-ഉം രജനീകാന്തിൻ്റെ കൂലിയും ഇന്ന് റിലീസായ ചിത്രങ്ങളാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രജനീകാന്തിൻ്റെ കൂലി തന്നെയാണ് ഈ ആഴ്ചകളിൽ നമ്മൾ കേട്ട ഏറ്റവും തരംഗമുണ്ടാക്കിയ ചിത്രം. ഇന്ന് റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമയ്ക്ക് ആവറേജ് റിവ്യൂസാണ് വന്നത്. വാർ 2-വിൻ്റെ കാര്യവും സമാനമായ രീതിയിൽ തന്നെയാണ്. എന്നിരുന്നാലും തമിഴിലെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. തമിഴിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രീസെയിലും ലിയോ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡുകൾ മറികടന്നാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഇതിനോടകം വന്നിരിക്കുന്ന കേരള കളക്ഷൻ മാത്രം ഫസ്റ്റ് ദിനം 8 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അത് പ്രീസെയിലൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തെ കളക്ഷൻ 10 കോടി വരെ എത്താനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. പ്രീസെയിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് 8.10 എത്തിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 19.5 കോടിയോളവും മറ്റ് സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകയിൽ നിന്ന് 10 കോടി 65 ലക്ഷം രൂപയും 14 കോടി 80 ലക്ഷം രൂപയുമാണ് വന്നത്. ഇന്ത്യ ടോട്ടലായിട്ട് ആദ്യ ദിനം നേടിയത് 57 കോടി 50 ലക്ഷം രൂപയോളമാണെങ്കിൽ ഓവർസീസിൽ നിന്ന് നേടിയത് 58 കോടിയോളമാണ്. അതായത് 115 കോടിയോളമാണ് പ്രീസെയിലിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ആദ്യ ദിനം തന്നെ ഓവർസീസിൽ നിന്ന് സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. ഒരു തമിഴ് സിനിമ നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡാണ് സിനിമ എത്തിയിരിക്കുന്നത്. $8.5 മില്യൺ സിനിമ നേടിയിരിക്കുന്നത്. ലിയോയുടെ ആയിരുന്നു ഈ റെക്കോർഡ്. 8.15 മില്യൺ ആയിരുന്നു. എന്തായാലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 30 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ കളക്ഷനായി വരുന്നത്. ഇന്ത്യ കളക്ഷനായിട്ട് ആദ്യ ദിനം സിനിമയ്ക്ക് വരാൻ പോകുന്നത് 80 കോടിക്ക് മുകളിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 70 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ഓൾറെഡി കൺഫേം ആയിരിക്കുന്നത്. അതായത് സിനിമ 155 കോടിക്കും 180 കോടിക്കും ഇടയിലായിരിക്കാം കളക്ഷൻ നേടാൻ പോകുന്നത്. എന്താണേലും ഒരു ആവറേജ് റിവ്യൂ വന്നിട്ട് പോലും സിനിമയ്ക്ക് ഈ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ, ഹെവി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനിയും ഹൃത്തിക് റോഷൻ ജൂനിയർ NTR അഴിഞ്ഞാടിയ ചിത്രമാണ് വാർ 2. പ്രത്യേകിച്ച് സിനിമയുടെ മേക്കിങ്ങും അഭിനയവും പ്രകടനങ്ങളും സ്റ്റണ്ടും എല്ലാം പ്രേക്ഷകർക്ക് പിടിച്ചെങ്കിലും സിനിമയുടെ കഥ തന്നെയാണ് ഒരു വില്ലനായി നിൽക്കുന്നത്. എന്നിരുന്നാലും സിനിമ മികച്ച രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ജൂനിയർ NTRൻ്റെ പെർഫോമൻസും ഹൃത്തിക് റോഷൻ്റെ പെർഫോമൻസും ഹൈലൈറ്റായി നിൽക്കുമ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സിനിമ കുതിച്ചുയരുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൂലിയുടെ പകുതി പോലും സിനിമയ്ക്ക് പ്രശസ്തിയോ പേരോ കളക്ഷനോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് രജനീകാന്തിൻ്റെ മുമ്പിൽ നമുക്കറിയാം ഇന്ത്യയിലെ വേറെ ഏത് നടൻ വന്നാലും കേരളത്തിൽ ഒന്നും ആകില്ല എന്നുള്ളത്. കേരളത്തിൽ നിന്ന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രമേ സിനിമ നേടിയത് 25 ലക്ഷം രൂപയാണെങ്കിൽ ആദ്യ ദിനം സിനിമ നേടുന്നത് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. വേൾഡ് വൈഡായിട്ട് സിനിമ 40 കോടിയോളമാണ് പ്രീസെയിലൂടെ നേടിയതെങ്കിൽ ഇന്ത്യ കളക്ഷനായിട്ട് 60 കോടിയെത്തും. വേൾഡ് വൈഡായിട്ട് സിനിമ 100 കോടി ആദ്യ ദിനം ടച്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയായി വരുന്നത്. ഇവിടെ ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു കാര്യം, ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഈ ഒരു നിമിഷങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂലിയേക്കാൾ മികച്ച രീതിയിൽ ഒരുപടി മുന്നിലാണ് വാർ 2-വിൻ്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു റെക്കോർഡ് കൂടി കൂലി തീർത്തിരിക്കുകയാണ്. നോർത്ത് അമേരിക്കയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 3.04 മില്യൺ ഡോളറാണ് സിനിമ നേടിയിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡ് സമീപകാലത്തൊന്നും വേറൊരു സിനിമയും പ്രത്യേകിച്ച് തമിഴ് സിനിമ തീർക്കില്ല എന്നുള്ളത് തന്നെയാണ് കൂടുതലും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് പറയുന്നു. താങ്ക് യു ബ്രോസ്.